നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ വാർത്തയായതായിരുന്നു വിവേകാനന്ദ സ്മാരകത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ധ്യാനം. 45 മണിക്കൂർ ധ്യാനമായിരുന്നു പ്രധാനമന്ത്രി ഇവിടെ കഴിച്ചുകൂട്ടിയത്. കഴിഞ്ഞ ദിവസം ധ്യാനം അവസാനിപ്പിച്ച് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു. ഈ ധ്യാനത്തിന് ശേഷം എന്താണ് പ്രധാനമന്ത്രി പറയുക എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു രാജ്യം. അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. 45 മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കിയതിന് പിന്നാലെ സ്മാരകത്തിലെ സന്ദർശക ഡയറിയിൽ പ്രധാനമന്ത്രി ചില വാക്കുകൾ കുറിച്ചിരിക്കുകയാണ്. വിവേകാനന്ദ സ്മാരകത്തിലെ ധ്യാന ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളാണ് അദ്ദേഹം ആ ഒരു ഡയറിയിൽ കുറിച്ചത്. എന്താണ് ആ ഡയറിയിൽ അദ്ദേഹം കുറിച്ചതെന്ന് നോക്കാം. ആത്മീയ നവോത്ഥാനത്തിന്റെ തുടക്കക്കാരനായ സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളാണ് എന്റെയും വഴികാട്ടി. വർഷങ്ങൾക്ക് മുൻപ് രാജ്യം മുഴുവൻ പര്യടനം നടത്തിയ ശേഷം സ്വാമി വിവേകാനന്ദൻ ഇവിടെ എത്തി തപസ് ചെയ്തു. അപ്പോഴാണ് ഇന്ത്യയുടെ പുനഃസ്ഥാപനത്തിനായുള്ള കരുത്ത് അദ്ദേഹത്തിന് കിട്ടിയത്. സ്വാമി വിവേകാനന്ദൻ സ്വപ്നം കണ്ട ഭാരതം അദ്ദേഹത്തിന്റെ ആദർശങ്ങളിലും മൂല്യങ്ങളിലും അധിഷ്ഠിതമായി ജന്മമെടുക്കുകയാണ്. ഈ പുണ്യസ്ഥലത്ത് ധ്യാനമിരിക്കാൻ തനിക്കും അവസരം കിട്ടിയത് വലിയ ഭാഗ്യമാണ്. ഈ ധ്യാനം തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളിൽ ഒന്നാണ്. തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും, തന്റെ ശരീരത്തിലെ ഓരോ കണികയും എന്നും രാഷ്ട്ര സേവനത്തിനായി സമർപ്പിക്കുമെന്ന് ഭാരതാംബയുടെ കാൽക്കൽ ഇരുന്നു കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യുന്നു എന്നായിരുന്നു മോദി അവിടുത്തെ ഡയറിയിൽ കുറിച്ചത്. കുറിപ്പിന്റെ ചുവടെ ഒപ്പും തീയതിയും രേഖപ്പെടുത്തിയിരുന്നു. തന്നിലേക്ക് ഒരു ദിവ്യമായ ഊർജം കൈവന്നതുപോലെ തോന്നുന്നുവെന്ന് മോദി ട്വീറ്റും ചെയ്തിരുന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ സ്മാരകം സന്ദർശിക്കുമ്പോൾ തനിക്കൊരു ദിവ്യമായ ഊർജം തോന്നുന്നു. ഈ പാറയിലാണ് അമ്മ പാർവതിയും സ്വാമി വിവേകാനന്ദനും ധ്യാനിച്ചത്. പിന്നീട് ഏകദാന്ത റാൻഡ് രൂപാന്തരപ്പെട്ടു. ഈ പാറ സ്വാമി വിവേകാനന്ദന്റെ ചിന്തകൾക്ക് ജീവൻ നൽകിയ ശിലാസ്മാരകമായി മാറി. വർഷങ്ങൾക്ക് ശേഷം സ്വാമി വിവേകാനന്ദന്റെ മൂല്യങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന നിലയിൽ ഈ പുണ്യസ്ഥലത്ത് ധ്യാനിക്കാൻ തനിക്കും അവസരം കിട്ടിയത് തന്റെ ഭാഗ്യമാണ് എന്നായിരുന്നു ട്വീറ്റ് ചെയ്തത് പ്രധാനമന്ത്രി. ഈ ശിലാസ്മാരകത്തിലെ തന്റെ ധ്യാനം ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങളിൽ ഒന്നാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും, തന്റെ ശരീരത്തിലെ ഓരോ കണികയും രാഷ്ട്ര സേവനത്തിനായി എപ്പോഴും സമർപ്പിക്കുമെന്ന തന്റെ ദൃഢനിശ്ചയം ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും പൗരന്മാരുടെ ക്ഷേമത്തിനും ആശംസകളോടെ ഞാൻ മാ ഭാരതിക്ക് എന്റെ അങ്ങേയറ്റത്തെ ആദരവ് അർപ്പിക്കുന്നു എന്നായിരുന്നു മോദി ട്വീറ്റ് ചെയ്തത്. 45 മണിക്കൂർ ധ്യാനത്തിന് ശേഷം നരേന്ദ്രമോദി എഴുതിയ കുറിപ്പ് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ നിർമ്മല സീതാരാമൻ എക്സ് അക്കൗണ്ടിൽ ഷെയർ ചെയ്തു. മെയ് 30 വൈകുന്നേരം മുതൽ ജൂൺ 1 വൈകുന്നേരം വരെയായിരുന്നു ഏകദേശം 45 മണിക്കൂറോളം പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരുന്നത്. സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേ സ്ഥലമായ ധ്യാൻ മണ്ഡപത്തിൽ ഒരു രാവും പകലുമായിരുന്നു മോദിയുടെ ധ്യാനം. സ്വാമി വിവേകാനന്ദന് ഭാരതമാതാവിനെ കുറിച്ച് ദിവ്യദർശനം കിട്ടിയതായി വിശ്വസിക്കപ്പെടുന്ന മണ്ഡപമാണിത്. വ്യാഴാഴ്ച അവസാനഘട്ട വോട്ടെടുപ്പിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചതോടെയായിരുന്നു പ്രധാനമന്ത്രി അവിടേക്ക് എത്തിയത്. പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്നായിരുന്നു പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തിയത്. റാലികളും റോഡ് ഷോകളും ഉൾപ്പെടെ 200ഓളം തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളാണ് 75 ദിവസത്തിനിടെ പ്രധാനമന്ത്രി നടത്തിയത്. വ്യത്യസ്ത മാധ്യമങ്ങൾക്കായി 80ഓളം ഇന്റർവ്യൂ അദ്ദേഹം നൽകി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പ്രധാനമന്ത്രി ആത്മീയ യാത്രകൾ നടത്താറുണ്ട്. 2019 അദ്ദേഹം കേദാർനാഥും 2014 ശിവജിയുടെ പ്രതാപ്ഗഡും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. 2024 വിവേകാനന്ദ പാറയും സന്ദർശിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.